ഹായ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് വിവിധ തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കോമ്പറ്റീഷൻസാണ് നടക്കുന്നത്, ഏതൊക്കെ ബേസിസിലാണ് മാർക്കറ്റിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ്, പ്രൈസ് മെക്കാനിസം. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് പഠിക്കാം. പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം. Price mechanism is an economic term that refers to the manner in which the prices of commodities affect the demand and supply of goods and services. Price mechanism affects both buyers and sellers who negotiate price of goods or services. Price mechanism or market-based mechanism refers to the wide variety of ways to match up buyers and sellers through price rationing. Price mechanism എന്ന് പറയുന്നത് ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള, ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡിനെയും സപ്ലൈയെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ കമോഡിറ്റി ഡിറ്റർമൈൻ ഇറ്റ്സ് പ്രൈസ് എന്നാണ്. അപ്പോൾ അതിനനുസൃതമായിട്ട്, ഡിമാൻഡിനും സപ്ലൈക്കും അനുസൃതമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസിനനുസൃതമായിട്ട് ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് പ്രൈസ് മെക്കാനിസം. എന്തൊക്കെയാണ് പ്രൈസ് മെക്കാനിസത്തിൻ്റെ കമ്പോണൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ദിസ് മീൻസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വൈസ് വേഴ്സ. പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിൽ, പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ, അഥവാ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതായത് ഒരു പെണ്ണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പെണ്ണ് നമ്മൾ മേടിക്കുന്ന എണ്ണത്തിൽ എന്ത് ചെയ്യും, കുറയും. അതാണ് പറയുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. കമോഡിറ്റി മേടിക്കുന്നതിലുള്ള എണ്ണത്തിൽ ഡിക്രീസ് സംഭവിക്കും. നേരെ തിരിച്ചും പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സപ്ലൈ. സപ്ലൈയുടെ പ്രിൻസിപ്പിൾ പറയുന്നതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. ദിസ് മീൻസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വെൻ ദ പ്രൈസ് ഡിക്രീസസ് സപ്ലൈ ആൾസോ ഡിക്രീസസ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സപ്ലൈ. അതായത് ഡിമാൻഡിനനുസൃതമായിട്ട് അല്ലെങ്കിൽ സപ്ലൈക്കും അനുസൃതമായിട്ടാണ് പ്രൈസ് മെക്കാനിസം, ഇത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസമായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ നോക്കും, ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്, നമ്മൾക്ക് എത്രത്തോളം സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ്. പിന്നീടുള്ളത് ഇക്വിലിബ്രിയം പ്രൈസാണ്. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്? ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ കമോഡിറ്റി ആർ ഈക്വൽ. ഡിമാൻഡും നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ കമോഡിറ്റിയുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വലായിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ കമോഡിറ്റി ആർ ഈക്വൽ. ഇനി
മാർക്കറ്റ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മാർക്കറ്റ്. നമ്മൾക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് മാർക്കറ്റ്, കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മീനിങ് എന്താണെന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയാം, മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അറേഞ്ച്മെൻറ്റ് ബൈ വിച്ച് ദേ കം ടുഗദർ ടു ട്രേഡ്. ഒരു കൂട്ടം വിൽപ്പനക്കാരുടെയും വാങ്ങിക്കാൻ വരുന്നവരുടെയും സെല്ലേഴ്സിൻ്റെയും ബയ്യേഴ്സിൻ്റെയും ഒരു അറേഞ്ച്മെൻറ്റ്, എന്തിനു വേണ്ടിയിട്ട്? ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ആൻ അറേഞ്ച്മെൻറ്റ് by which buyers and sellers of a commodity interact to determine its price and quantity. Market is a group of buyers and sellers and the institutions or arrangement by which they come together to trade. വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിന് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി കോമ്പറ്റീഷൻ, ഡ്യുവോപ്പൊളി കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. is the classification on the basis of nature of competition. കോമ്പറ്റീഷൻ്റെ ബേസിസിലാണ് നമ്മൾ മാർക്കറ്റിനെ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വിശദീകരിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ, മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. Market can be classified in many ways. The most important classification is based on nature of competition. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കോമ്പറ്റീഷൻ്റെ ബേസിൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ്. All sellers accept that price. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അവിടെ ഒരുപാട് ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. അവരെല്ലാം ഒരു ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത്. ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസിന് അനുസൃതമായിരിക്കും. അതായത് ഡിമാൻഡിനും സപ്ലൈക്കും അനുസൃതമായിട്ടായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് മാത്രമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം. അതായത് പ്രോഡക്റ്റ് ഹോമോജീനിയസ് ആണ്, ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസിൽ മാത്രമാണ് വ്യത്യാസമുണ്ടായിരിക്കുക. ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സപ്ലൈയും ഡിമാൻഡിനും അനുസൃതമായിട്ടായിരിക്കും. ഓൾ സെല്ലേഴ്സ് അക്സെപ്റ്റ് ദാറ്റ് പ്രൈസ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പറഞ്ഞത് കറക്റ്റ് പറഞ്ഞു. There is a large number of buyers and sellers. Under perfect competition, there are large number of buyers and sellers. On account of this, each seller sells only a small portion of the total quantity traded. എല്ലാ സെല്ലേഴ്സും കൂടി എന്ത് ചെയ്യാണ്? മൊത്തത്തിൻ്റെ ഒരു ചെറിയ പോർഷനാണ് സെല്ല് ചെയ്യുന്നത് ഓരോരുത്തരും. Therefore, a single seller is not able to dominate the market. ഒരു സിംഗിൾ സെല്ലർക്ക് ഒരിക്കലും ആ ഒരു മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ മാർക്കറ്റ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഈച്ച് ഫേം മസ്റ്റ് accept the price set by the forces of market demand and supply. Hence, the firms are price takers instead of price maker. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേംസ് എന്ന് പറയുന്നത്, കമ്പനികൾ എന്ന് പറയുന്നത് പ്രൈസ് ടേക്കേഴ്സാണ്.
ഒരിക്കലും പ്രൈസ് മേക്കേഴ്സ് അല്ല. ഓക്കെ, ഇനി ഹോമോജീനിയസ് പ്രോഡക്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട, ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും മാർക്കറ്റ് കണ്ടീഷനിലുള്ള എല്ലാവരും വിൽക്കുന്നത്. All the firms produce and supply the homogeneous or identical product. അല്ലേ? ഇനി a single or same price prevails in the market as the price all sellers sell and all buyers buy. സിംഗിൾ പ്രൈസ് ആയിരിക്കും. യെസ്, പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുന്ന നേരത്തെ പറയാം, ചെറിയ രീതിയിലുള്ള, കൂടുതലും സിംഗിൾ പ്രൈസ് ആയിട്ടായിരിക്കും. മാർക്കറ്റ് ഫോഴ്സസിനനുസരിച്ച് കൂടുതലും പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് വലിയ വ്യത്യാസങ്ങൾ കാണാറില്ല. ചെറിയ വ്യത്യാസങ്ങളെ കാണാറുള്ളൂ. കൂടുതലായിട്ടും വ്യത്യാസം ഉണ്ടാവാറില്ല. ഒരു സിംഗിൾ പ്രൈസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അണ്ടർ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എവറി ഫേം ഈസ് ഫ്രീ ടു എൻ്റർ ഓർ ലീവ് ഇൻ ഇൻഡസ്ട്രി. പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ആൻഡ് ഇൻഡസ്ട്രി. എന്താണ് ഇക്വിലിബ്രിയം എന്ന് നോക്കാം. വെൻ എ ഫോമർ ഇൻഡസ്ട്രി ഈസ് said to be in equilibrium. When a firm in industry is said to be in equilibrium when it does not intend to change the volume of output which it is producing. ഒരു ഫേം ഇൻഡസ്ട്രിയിൽ ഇക്വിലിബ്രിയം പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് ആയിക്കഴിഞ്ഞാൽ ആ ഫേം ഒരിക്കലും അവരുടെ ഔട്ട്പുട്ട്, വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്താൻ നോക്കില്ല. കാരണം ദ ഫേം വിൽ ബി ഇൻ ദ പൊസിഷൻ വേർ ഇറ്റ് മാക്സിമം പ്രോഫിറ്റ്. കാരണം ആ ഫേം എന്ന് പറയുന്നത്, ആ കമ്പനി മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന പോയിന്റിലായിരിക്കും അത് നിൽക്കുന്നത്. അറ്റ് മിനിമം ലോസിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന പോയിന്റിലായിരിക്കും ഒരു ഫേം ഇക്വിലിബ്രിയം പോയിന്റിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയതിൽ 2 തെറ്റുണ്ട്. വെൻ എ ഫോർമർ എന്നാണ്, അതിൽ ഫേം എന്നാണ്, FIRM. വെൻ എ ഫേം എന്നാണ്. അതുപോലെ തന്നെ ദ ഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്, ആ ഫോണല്ല ഫേം ആണ്. ആ തെറ്റൊന്ന് തിരുത്തി വായിക്കണം. നെക്സ്റ്റ്, ഫേം. എന്താണ് ഫേം എന്നുള്ളതാണ്. എ ഫേം ഈസ് ദ ബിസിനസ് യൂണിറ്റ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ എ സെല്ലിംഗ് ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ്. ഫേം എന്ന് പറയുന്നത് ഒരു ബിസിനസ് യൂണിറ്റാണ് പ്രൊഡക്ഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫേം ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേം സെല്ല് ചെയ്യുന്നു പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. കുറച്ച് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യുന്നു. അതിനെയാണ് ഫേം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഫേമുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കളക്ഷൻ ഓഫ് ഓൾ ഫേംസ്, ഇതിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡും സപ്ലൈക്കും അനുസൃതമായിട്ടായിരിക്കും നമ്മൾ പ്രൈസ്, കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. Price of a commodity is determined at the point which this price is known as equilibrium price. Equilibrium price എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസസ് എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സെൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അവിടെ വിൽക്കുന്ന ആ ക്വാണ്ടിറ്റി, മേടിക്കുന്നതിൻ്റെയും വിൽക്കുന്നതിൻ്റെയും, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ബോട്ട് കഴിഞ്ഞിട്ട് സോൾട്ട് എന്നാണ്
വന്നിട്ടുള്ളത് സെൽ എന്നാണ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ ഫേം ഈസ് ആൻ ഇക്വിലിബ്രിയം ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ് മാക്സിമൈസ് ഇറ്റ് ഒരു ഫേം ഇക്വിലിബ്രിയം പോയിന്റിലാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏൺ ചെയ്യും, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരിക്കും. ദ ഔട്ട്പുട്ട് വിച്ച് yields മാക്സിമം പ്രോഫിറ്റ് ടു ദ ഫേം ഇസ് കാൾഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. Therefore, in equilibrium, when it has no incentive to increase or decrease the output, this is because at the equilibrium output the firm get maximum profit. ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫേമും, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫേമും അതിൻ്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്താൻ നിൽക്കില്ല. കാരണം ആ ഫേം ആ പോയിൻ്റ് ഓഫ് ഔട്ട്പുട്ടിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് എവിടെയാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്, എക്സസ് സപ്ലൈ, എക്സസ് ഡിമാൻഡ് എല്ലാം പറയുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് പ്രൈസ് കാണിക്കുന്നത്, റൈറ്റ് സൈഡിലേക്ക് വരച്ചിട്ടുള്ളതാണ് ഡിമാൻഡ്. ഓക്കെ, റെഡ് ലൈൻ ഡിമാൻഡിനെ കാണിക്കുന്നു, സപ്ലൈ ഗ്രീൻ ലൈൻ, അതായത് ഡിമാൻഡിൻ്റെ കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങും സപ്ലൈയുടെ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് പ്രൈസ് ലൈനിൽ അല്ലേ, പ്രൈസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രൈസ് ലൈനിൽ ഇരുത്തുന്ന ആ പോയിൻറ്റിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് പറയുന്നത് ആ ഇക്വിലിബ്രിയം പോയിൻറ്റിൽ നിന്ന് താഴോട്ട് വരുന്നതിനെയാണ്. ഇതിൽ എക്സസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ മുകളിലോട്ട് സെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സസ് ഓഫ് സപ്ലൈ ആണ്. ഇവിടെ ഇക്വിലിബ്രിയം പോയിൻറ്റിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സസ് ഓഫ് ഡിമാൻഡ് എന്നും പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, the firm reaches its equilibrium position when the following two conditions are satisfied. ഒരു ഫേം അതിനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫേം റീച്ചസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ദാറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിരിക്കും വെൻ എ ഫേം റീച്ചസ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു കമ്പനി ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ എന്തായിരിക്കും, ഈക്വലായിരിക്കും. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂഷൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്ന ഇസ് ദ റവന്യൂ റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അഡീഷണൽ. ആ അഡീഷണൽ യൂണിറ്റ് വിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ റവന്യൂവിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇഫ് എം സി ഈസ് ലെസ് ദാൻ എം ആർ, എം സി എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്. ഇഫ് മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ മാർജിനൽ റവന്യൂ ദ ഫേം ഗെറ്റ് ആൻ ഇൻസെൻറ്റീവ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫേമിന് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് എം സി ഈസ് മോർ ദാൻ എം ആർ, മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ദ ഫേം ഹാസ് ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഫേം എന്ത് ചെയ്യണം, ലെവൽ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ്റെ അത് ലെവൽ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ആ ഒരു പോയിൻറ്റിനെ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഡിമാൻഡ് പ്രൈസ്, ഡിമാൻഡ് ക്വാണ്ടിറ്റി. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിലും സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിങ്ങിലും. അതിൽ ആ ഒരു പോയിൻ്റ് ബ്ലൂ കളറിലുള്ള ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻറ്റ്, ഹെൻസ്
OP അല്ലെങ്കിൽ OP എന്നതാണ് അവിടെ എന്ത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും OQ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയുമാണ്. നെക്സ്റ്റ്, അറ്റ് ദ ഇക്വിലിബ്രിയം level of output the MC curve must cut MR curve from below, that is MC curve should have positive slope. അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ കർവിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടിലാണെങ്കിൽ MC മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് ഹാവ് പോസിറ്റീവ് സ്ലോപ്പ് തന്നെയാണ് അല്ലേ. അതായത് ഇവിടെ മാർജിനൽ കോസ്റ്റിൻ്റെ കർവ് മാർജിനൽ റവന്യൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് പോകുമ്പോഴാണ് ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആവുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.